ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം നമുക്കിന്നൊരു മാച്ച് കളിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ ഈ സ്റ്റേഡിയം തുടങ്ങി ഫസ്റ്റ് കളി കാണാനായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ അത് അവിടെ നിന്ന് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോഴും നമ്മളിങ്ങനെ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ഇനി ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ച സംഭവമാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേഡിയത്തിൽ കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. ഈ ലെതർ ബോളിൽ വീണ്ടും കളിക്കുമെന്ന് പോലും ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കളിക്കാനായിട്ട് അവസരം കിട്ടിയിരിക്കുകയാണ്. അനീഷ്, ഈ ഫസ്റ്റ് ടൈം അല്ലേ? എല്ലാവരും ഫസ്റ്റ് ടൈം തന്നെ, എല്ലാവരും ഫസ്റ്റ് ടൈം. എന്നാലും ചുമ്മാ ചോദിച്ചൊന്നുമില്ല എന്തായാലും. പക്ഷേ ഇന്ന് ഔട്ട്ഫീൽഡൊക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും, കാരണം അത്യാവശ്യം നല്ല ഗ്രാസ് ഉണ്ട് കേട്ടോ. ചെയ്യുള്ളൂ ഇപ്പോൾ അല്ലാതെ ഇട്ടേക്കാണ്. പക്ഷേ എന്തായാലും നോക്കാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എത്ര റൺ അടിച്ചാലും എന്തൊക്കെ വരുന്നാലും ഇവിടെ വന്ന് നിൽക്കുമ്പം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. കളിക്കുന്നത് എന്നുള്ളതെന്ന് നമ്മളല്ല, ഈ ഒരു ഗ്രൗണ്ടിൽ കളിക്കാൻ കിട്ടിയൊരു അവസരം നല്ലപോലെ കളിക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ കളിക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. സന്തോഷത്തിലാണ്. അപ്പോൾ നമുക്ക് മാച്ചിലോട്ട് പോകാം ഗൈസ്. ഇന്ന് നമ്മൾ എല്ലാവരുടെ മാച്ചും ഫുൾ ഹൈലൈറ്റ്സ് കാണത്തില്ല. ഇപ്പം ഞാൻ എൻ്റെയും അനീഷിൻ്റെയും സഞ്ജുവിൻ്റെയും ഇന്നിങ്സ് മാത്രമായിരിക്കും കാണുന്നത്. ബോളിംഗ് ആയിരുന്നാലും അത് തന്നെ ആയിരിക്കും. ചിലപ്പം വേണ്ട, അത് ശരിയാണ്. പിന്നെ സുബിയും സിബിയും ഉണ്ട്, അപ്പോൾ അവരുടെയും കൂടി എൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. കാരണം അങ്ങനെ എന്താ ചിലപ്പോൾ നമ്മൾ ഹൈലൈറ്റ്സ് ഇടാനായിട്ട് ഒന്നുമില്ല. ചിലപ്പോൾ ഈ പറയണ മാത്രമേ കാണണം. ഒരു ബോളിൽ തന്നെ ചിലപ്പോൾ തീർന്നു വരികയാണെങ്കിൽ വീഡിയോ കാണില്ല. പക്ഷേ എങ്കിൽ നമ്മളെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അത് പിന്നെ എല്ലാവർക്കും കിട്ടുന്നതല്ല. ഇവിടെ കളിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ കാണും, എങ്കിലും നമുക്ക് സ്പെഷ്യലാണ്. നമുക്കിതൊക്കെ വീണ് കിട്ടിയ ഭാഗ്യങ്ങളാണ്. അതുപോലെ നമുക്ക് മാച്ചിലോട്ട് പോകാം ഗൈസ്. സോ ഗൈസ്, ടോസ് നമുക്ക് കിട്ടി. നമ്മൾ ബോളിംഗ് ചൂസ് ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ ബോൾ ചെയ്തിട്ട് വരാം. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ പോയിട്ട് വരാം. അനീഷ് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് അവസാനം ഞാൻ മറ്റേ കപ്പൻ്റെ ഓവർ അവർ 99 റണ്ണാണ് അടിച്ചേക്കുന്നത്. ജയിക്കാൻ നമുക്ക് 100 റണ്ണ്. കാരണം ഇവിടെ ഇത്തിരി അത്യാവശ്യം നല്ല വലിയ ഗ്രൗണ്ടാണ്. അതുപോലെ തന്നെ ഔട്ട്ഫീൽഡ് ഭയങ്കര സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ ഓടി പിണ്ട വരും. ബൗണ്ടറിയൊക്കെ പറഞ്ഞത് ഭയങ്കര ചുരുക്കമായിരിക്കും, ഭയങ്കര കുറവായിരിക്കും. നോക്കാം നമുക്ക്. പക്ഷേ 2 വിക്കറ്റ് കിട്ടി. 2 അനീഷ് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടോ? അനീഷ് പറയല്ല, എനിക്ക് പറയല്ല. ഞാൻ പക്ഷേ 4 വിക്കറ്റ് ഇട്ടാണ് എടുത്തപ്പോൾ 2 വിക്കറ്റ്. ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ 2 വിക്കറ്റ് തന്നെ കിട്ടിയത് സന്തോഷം. എന്തായാലും പോയി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങി ജയിക്കുമല്ലോ നമ്മൾ നോക്കിയിട്ട് പറയാം ഗൈസ്.
ബാക്കി ആരെങ്കിലും ഉണ്ടായിരുന്ന ക്യാച്ച് എറണാകുന്നുണ്ട്. പുറത്ത് പോകുന്നതിന് നല്ലത്. ഇതെന്തരടാ സ്ക്വയർ ഇടാൻ കേസിന് ജയിക്കാൻ വെറും ഒരു റൺ മാത്രം. ഇപ്പം അടിച്ച് ജയിക്കും പയ്യന്മാര്. കളിയിച്ച് ഞാൻ ആറിനും പരിഗണിക്കണായി ആറിനും കൈ ഗായ്സ്, ഡ്രീം ഡേ ഇന്റർനാഷണൽ ഗ്രൗണ്ടിൽ 50 അടിച്ച് ഹാപ്പി ഹാപ്പി ഹാപ്പി. അതൊക്കെ നമ്മളെ പ്രോത്സാഹനം ഉള്ളതുകൊണ്ടാണ്. ഒന്നില്ലെങ്കിൽ അല്ലേ? കേട്ടില്ലല്ലോ ഞാൻ ദൂരം. പിന്നെ ഞാൻ ഇവിടെ കിടന്ന് കോളെ വിളിയായിരുന്നു. സ്വച്ഛേട്ടൻ വീഡിയോയിലുണ്ട്. കളന്നേ ചത്ത്. സൂപ്പർ. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മളെ ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ ഗ്രൗണ്ടിൽ ഹാഫ് സെഞ്ചുറി അടിക്കാൻ പറ്റി. ഞാൻ വെച്ചിരുന്നു ഡക്കങ്ങാനാവണമെങ്കിൽ മാനസികമായിട്ട് തളർന്നു പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നപ്പം അങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡക്കങ്ങാനും ആയിക്കഴിഞ്ഞാൽ തേഞ്ഞെന്ന് വന്ന് നിന്നൊക്കെ വെറുതെ ആവുന്നു. പക്ഷേ ഇന്ന് 50 അടിച്ചു, ഹാഫ് സെഞ്ചുറി അടിച്ചു. സന്തോഷം. അതുപോലെ തന്നെ ഏറ്റവും വലിയ സന്തോഷം ഹാഫ് സെഞ്ചുറി അല്ല, ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റിയതെന്നുള്ളതാണ്. ലൈഫിൽ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ ഇന്നത് പറ്റി. ഞാൻ പണ്ടൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് കളിക്കാനൊക്കെ പറ്റിയിരുന്നെങ്കിലെന്നൊക്കെ. പക്ഷേ ആഗ്രഹിച്ച സമയത്ത് നടന്നില്ലെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുറച്ച് സമയം എടുത്തിട്ടെല്ലാം നടക്കുന്നുണ്ട്. അതിലെന്തായാലും സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു പണ്ട് എനിക്ക് കോച്ചിങ്ങിനൊക്കെ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അന്ന് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഇപ്പോഴത്തെ ഏജിലാണ് ഞാൻ അതൊക്കെ നേടിയെടുക്കുന്നത്. ഇപ്പം കേൾക്കുന്ന പലർക്കും ചിലപ്പോൾ അത് ഭയങ്കര ഇതായിട്ട് തോന്നും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും അല്ലാന്ന് തോന്നിപ്പോൾ ക്രിക്കറ്റ് കോച്ചിങ് അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ ആ സമയത്ത് ആ സിറ്റുവേഷനിൽ അങ്ങനെയാണ് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പോകാനൊക്കെ. പക്ഷെ അത് നടന്നിട്ടില്ല. പിന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും കോച്ചിങ്ങിനൊക്കെ പോയി കളി കുറച്ചൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആയി. അത് കഴിഞ്ഞിട്ട് ഹാഫ് സെഞ്ചുറി അടിച്ചു. അങ്ങനെ 2-3 കളിയൊക്കെ ഹാഫ് സെഞ്ചുറി ഒക്കെ അടിച്ചു. അപ്പോൾ അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ക്രിക്കറ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ വലിയ ഇപ്പോൾ ഈ ലെതർ ബോളിൽ കളിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് നല്ല നല്ല ഗ്രൗണ്ടുകളിൽ കളിക്കാൻ പോകാൻ പറ്റുന്ന
അപ്പോൾ എനിക്ക് അതൊക്കെ തന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ചിലപ്പോൾ ചില ആൾക്കാർ BMW കാർ എടുക്കുന്ന ഫസ്റ്റ് ഡേ പുതിയ കാർ എടുക്കാൻ പോകുന്നതിൻ്റെ അത്ര സന്തോഷമൊക്കെയാണ് എനിക്ക് പുതിയ ഗ്രൗണ്ടിൽ പോയി കളിക്കുന്നത്, ഹാഫ് സെഞ്ചുറിയൊക്കെ അടിക്കുന്നതൊക്കെ എനിക്ക് അത്രയ്ക്ക് സന്തോഷമുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ സന്തോഷങ്ങളൊക്കെ വളരെ ചെറുതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ആളാണ്. ക്രിക്കറ്റ് ഈ ഗ്രീൻഫീൽഡിൽ കളിക്കാൻ പറ്റിയത്, അത് അവിടെ ഹാഫ് സെഞ്ചുറി അടിക്കാൻ പറ്റിയതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മനസ്സിലെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് ലൈഫിൽ. ടെന്നീസ് ബോളിൽ ഈ തിരിപ്പ് എറിയുന്നത് കൊണ്ട് നല്ലൊരു യൂസ് ഉണ്ടായി. കാരണം സ്റ്റിച്ച് ബോളിലും ഈ സാധനം ബോൾ നല്ല ബോൾ ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിസ്റ്ററി സ്പിൻ മേക്ക് ഹിസ്റ്ററി വൺഡേ. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ജിക്കു പയ്യൻ മുംബൈയിൽ ടെന്നീസ് ബോളിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പം മുംബൈയുടെ നെറ്റ്സിൽ ബോളറായിട്ട് കയറിയിട്ടുണ്ട്. അപ്പം അതുപോലെയൊക്കെ IPL കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതുപോലെയൊക്കെ നെറ്റ്സിലൊക്കെ എറിയാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും പറ്റാത്ത കാര്യമൊന്നുമല്ലല്ലോ. ബാറ്റിംഗ് കൊണ്ട് ഒരിടത്ത് എത്താൻ പറ്റില്ല, പക്ഷേ ബോളിംഗ് കൊണ്ടൊക്കെ നമുക്ക് ചിലപ്പം എത്താൻ പറ്റും. വരുൺ ചക്രവർത്തിയൊക്കെ 36 വയസ്സിലൊക്കെയാണ് കയറിയതൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചാൻസ് എവിടെയൊക്കെ ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും IPL ക്യാമ്പിൽ പോയിട്ട് അവർക്കൊക്കെ എതിരെ ബോൾ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണ്. നോക്കാം. അത്യാവശ്യം നല്ല പോലെ ബോൾ ടേൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 വിക്കറ്റ് കിട്ടി. ബാറ്റ്സ്മാൻമാർ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ തന്നെ സന്തോഷം. ഈ ടെന്നീസിൽ ഈ സാധനം എറിഞ്ഞ് കിട്ടിയത് കൊണ്ട് കിട്ടിയതാണ് കേട്ടോ അങ്ങനെ എറിയാൻ പറ്റുന്നത് തന്നെ. ഇനി ബാക്കി ഗൂഗിളിങ് സാധനങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ടേൺ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ പ്രായം കൊണ്ട് എനിക്ക് എവിടെയൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ട്രൈ ചെയ്യാതെ ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം വരാൻ പാടില്ല ലൈഫിൽ. ട്രൈ ചെയ്യും ഞാൻ എൻ്റെ മാക്സിമം. പിന്നെ പണ്ടൊക്കെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും വിചാരിക്കലും. നമുക്ക് എപ്പോഴായിരുന്നാലും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. അതിന് എൻ്റെ ഈ ലൈഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് എന്നെ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ക്രിക്കറ്റ് കോച്ചിങ്ങിന് പോയി. അവിടെ നിന്ന് പെട്ടെന്ന് എനിക്ക് ഓരോ അവസരങ്ങൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്, ഓരോ ഗ്രൗണ്ടിൽ കളിക്കാനും കാര്യങ്ങളൊക്കെ. പണ്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്, അത് ഇപ്പോഴാണ് എനിക്ക് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടാനായിട്ട് സമയമെടുക്കും. അപ്പോൾ സമയമെടുത്ത് കിട്ടിയാലും സന്തോഷമുണ്ട്. അപ്പോൾ സന്തോഷമുണ്ട്, അതൊക്കെ തന്നെയാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഞാൻ ഇന്ന് മേഘേനെയും കളി കാണാനായിട്ട് വിളിച്ചിരുന്നു. അടി വാ. അപ്പോൾ കൊച്ചിനെന്തോ ചെറിയ പനി കണക്കെന്തോ ആയിരുന്നു, അതുകൊണ്ട് അവൾ വന്നില്ല രാവിലെ. എന്നെങ്കിൽ ഇന്ന് 50 അടിച്ചപ്പോൾ മറ്റേ രോഹിത് ശർമ്മയെ കാണിക്കണത് ഇങ്ങനെ കാണിക്കായിരുന്നു അവിടെ നിന്ന്. നമ്മൾ ഈ ക്രിക്കറ്റിൻ്റെയൊക്കെ വീഡിയോ ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാരുടെ വൈഫ് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്. ചേട്ടാ, ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ബാറ്റ് മേടിച്ചു കൊടുക്കണം, അപ്പോൾ നല്ല ഷോപ്പ് ഇവിടെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചേട്ടാ കിറ്റ് അനിയൻ ഇങ്ങനെ മേടിച്ചു കൊടുക്കണം. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കണം. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഉള്ള ഭാര്യമാർ എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും ഭർത്താക്കന്മാരുടെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ മേഘയെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഒരാളൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. കാരണം എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ പെൺകുട്ടികൾ സത്യം പറഞ്ഞാൽ സാരിയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അവരെ കണ്ണൊക്കെ മറ്റേ ഈ നാഗവല്ലിയ കണക്ക് ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കൂലേ. ഞാൻ സത്യം പറഞ്ഞാൽ അതുപോലെ ഞാൻ ബാറ്റ് ഷോപ്പിൽ അല്ലെങ്കിൽ സ്പോർട്സ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാറ്റ് കണ്ടാൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് എനിക്ക്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മേഘ ഒരു ഐഫോൺ മേടിച്ച് തരുന്ന കാര്യം നല്ല, എനിക്കൊരു ബാറ്റ് മേടിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് പറയാറുണ്ട്, ടെന്നീസ് ബാറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് സിറ്റിയാണ് ഞാൻ കളിക്കുന്ന ബാറ്റ് സ്പോർട്സ് സിറ്റിയിലാണ്, അവരെയാണ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ എടുത്ത ബാറ്റ് ക്രിക്കറ്റ് ഷാക്കിൽ നിന്നാണ് എടുത്തേക്കുന്നത് സ്റ്റിച്ച്. അവിടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് ബ്രാൻഡുകൾ അവിടെ ഉണ്ട്, ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഗൈസ്, ലവ് യു ഓൾ.